മോളെ വിദ്യാമ്മ, എനിക്ക് പേടിയാവുന്നു. ഡോക്ടറെ, എന്റെ കുഞ്ഞ്, അവളെ ഇനി അധികം വേദനിപ്പിക്കരുത്. നിങ്ങൾ പരിഭ്രമിക്കാതിരിക്കൂ, കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ടായോ? കുഞ്ഞു വേദന കൊണ്ട് പൊളയുന്നത് എത്ര നേരം എന്ന് വെച്ചാ ഞങ്ങൾ കാണുക. ഡോക്ടറെ, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. വിദ്യാമ്മ കുഞ്ഞിനെ വിട്ടു തരാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിദ്യാമ്മേ, കുഞ്ഞിനെ ഡോക്ടർ ഒന്ന് നോക്കട്ടെ. വിദ്യാമ്മേ, ഇതെന്ത് നിർബന്ധമാ? ഡോക്ടർ ഉള്ളപ്പോ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നത്? ഡോക്ടർ കുഞ്ഞിനെ നോക്കട്ടെ. ഒന്നുമില്ലെങ്കിലും അവൾക്ക് വേദനിക്കാതെയെങ്കിലും ഇരിക്കുമല്ലോ. ഒന്ന് വിട്ടുകൊടുക്ക്, ഞങ്ങളുടെ കുഞ്ഞല്ലേ. കുഞ്ഞിന്റെ രക്ഷിതാക്കളുടെ ആവശ്യം മാനിക്കണ്ടേ വിദ്യാമ്മേ? കുഞ്ഞിന്റെ അവസാന സമയത്ത് ഇവളെ കൂടുതൽ വേദനിപ്പിക്കാതെ കുഞ്ഞിനെ വിട്ടുതരൂ വിദ്യാമ്മേ. ഈ സമയത്ത് ഇങ്ങനെ വാശി പിടിക്കരുത് കേട്ടോ, അതാരാണെങ്കിലും. വിദ്യാമ്മ, എനിക്ക് വേദനിക്കുന്നു. ഈശ്വരാ, വിദ്യാമ്മേ, എന്റെ മോള്. വിദ്യാമ്മ, അച്ഛൻ വേദനിക്കുന്നു. ഡോക്ടർ, അച്ഛാ, വേദനിക്കുന്നു. എന്റെ മോളെ പിടിക്ക്. അച്ഛാ, എനിക്ക് വേദനിക്കുന്നു. ഡോക്ടർ, എന്റെ മോളെ ഒന്ന് നോക്ക്. ഡോക്ടർ, എന്റെ മോളെ പിടിക്ക്. അച്ഛാ, എനിക്ക് വേദനിക്കുന്നു. എന്റെ മോള്. എനിക്ക് വേദനിക്കുന്നു. ആ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മഹാദേവൻ എന്താണ് ഇനിയും അതിനുള്ള ആജ്ഞ തരാത്തത്? അച്ഛൻ, എനിക്ക് വേദനിക്കുന്നു. ഡോക്ടറെ, ശിവപ്രിയ മോളെ വേഗം ആശുപത്രിയിൽ കൊണ്ടുപോവാം. അവിടെ ആവുമ്പോ കുഞ്ഞിന് ഇനി വേദന വന്നാലും മയക്കി കിടത്താലോ. അത് നേരാ ഡോക്ടറെ. അവസാന നിമിഷമെങ്കിലും അവള് വേദന അറിയാതെ പോട്ടെ. നമുക്ക് മോളെ കൊണ്ടുപോകാം ഡോക്ടർ. മോളെ, ഈശ്വരാ. ഡോക്ടർ, കുഞ്ഞിനെ ഇപ്പൊ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാലും പ്രയോജനമൊന്നുമില്ല. അവിടെ എത്തുന്നതിന് മുമ്പ് വാസുകി, ഞാൻ പരബ്രഹ്മമൂർത്തിയായ മഹാദേവൻ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരഹേതുവായ പരാശക്തി അചേതനമാവുകയെന്നാൽ പ്രപഞ്ചത്തിന്റെ സർവനാശം എന്നാണ് അർത്ഥം. അത്യപൂർവവും അസാധാരണവുമാണ് ഈ സാഹചര്യം. ആദിപരാശക്തിയുടെ തീർപ്പിനൊപ്പം നിലകൊള്ളുക എന്നത് മാത്രമാണ്
കരുണയും. അനർത്ഥങ്ങൾ ഒഴിവാക്കാൻ വേണ്ടത് പ്രവർത്തിക്കുക. എങ്കിൽ ഡോക്ടർ ഇവിടെ വെച്ചെങ്കിലും ഇവിടെ ഒന്ന് പരിശോധിക്കുക. അതിന്റെ ഒന്നും ഒരു കാര്യവുമില്ല. ഈ ഉറക്കത്തിൽ നിന്ന് കുഞ്ഞുണരാൻ പോകുന്നില്ല. മോളെ എന്റെ മോൾക്ക് ശാന്തമായ മരണം കൊടുക്കണേ മഹാദേവി. അമ്മേ മൂകാംബികെ, അമ്മേ. അനുഗ്രഹങ്ങൾ നൽകി നീ അകലെയാണോ അടുത്തില്ലേ? മൂകാംബികെ ദേവി എൻ ഹൃദയത്തിൽ വാഴുന്നു നീ. മൂകാംബികെ ദേവി എന്നും കൂടെ നീ. എൻ ജീവൻ നീ, എൻ ശക്തി നീ. മഹാദേവ, ആ ആത്മാവിനെ മോചിപ്പിക്കാൻ അനുവാദം തന്നാലും ഇപ്പോൾ തന്നെ സമയം അതിക്രമിച്ചിരിക്കുന്നു.